നമ്മുടെ കർത്താവിശ്വംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ 2:8 മുതൽ. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നതരോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വെള്ളം സൂചിപ്പിക്കുന്നത് പഴയ നിയമത്തെയാണ്. അതുപോലെ വീഞ്ഞ് സൂചിപ്പിക്കുന്നത് ഈശോയുടെ രക്തത്തെയാണ്. ഈ ഭാഗത്ത് കേട്ടോ 9-ാം വചനത്തില് രുചിച്ചു നോക്കുവിൻ പറയുന്നുണ്ട്. അതൊരു 34:8 അതിനെ കുറിച്ചൊരു കാര്യം. സങ്കീർത്തനം 34:8. കർത്താവ് എത്ര നല്ലവൻ എന്ന് രുചിച്ചറിവേ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. 1 യോഹന്നാൻ 1:1. 1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ രുചിച്ചറിഞ്ഞവരാണ് ഈശോയെ പങ്കുവെക്കുന്നവർ. ഈ വെള്ളം കോരി കൊടുക്കാൻ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ, വളരെ സൈലന്റ് ഫിഗേഴ്സാണ് അവിടെ. അവരുടെ പണി വെള്ളം കോരി കൊടുക്കുക എന്നുള്ളതാണ്. ആരാ എന്ത് തോന്നുന്നു? ആരാന്ന് ദാസന്മാര് എന്താ ചെയ്യുന്ന? പറഞ്ഞതനുസരിക്കും. അതായത് വെള്ളം കോരി നിറയ്ക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വചനം തന്നെ. അതായത് ഇതിലെ ശരിക്കും നമുക്ക് വേറൊരു ഇന്നത്തെ ഇതിൽ കാണാൻ പറ്റും. അവര് പ്രീച്ചേഴ്സ് ആണ്, അതായത് വചനം പങ്കുവെക്കുന്നവരാണ്. അപ്പൊ വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ ദിവസം നിയമാവർത്തനം 5:27 ഒരു കാര്യം വായിച്ചിരുന്നു. അത് ഒന്നുകൂടി വായിക്കും. നിയമാവർത്തനം 5:27. നീ അടുത്തുപോയി നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നതെല്ലാം കേൾക്കുക. അവിടുന്ന് നിന്നോട് പറയുന്നതെല്ലാം ഞങ്ങളോട് വന്ന് പറയുക. ഞങ്ങൾ അവയെല്ലാം കേട്ട് അനുസരിച്ചു കൊള്ളാം. ഇത് കേട്ടാൽ എടുക്കുന്നത് ഏശയ്യ 12:3. ഏശയ്യ 12:3. ഏശയ്യ 12:3. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയിടും. ഇങ്ങനെ രക്ഷയോടെ കിണറിൽ നിന്ന് കോരിയെടുത്താണ് പങ്കുവയ്ക്കുന്നത്. സ്വയം സമയം ദൈവസന്നിധിയിൽ പാതാളത്തിൽ ഇരുന്ന് അനാവൃത്തി കേട്ട് സ്വയം അത് പറഞ്ഞ് അനുസരിച്ചാണ് ദൈവം അനുവദിക്കുന്ന സമയത്ത്. അല്ലാണ്ട് അവിടെയും ഇവിടെയല്ല. മത്തായി 7:6 പോലെയല്ല. ദൈവം അനുവദിക്കുന്ന ആൾക്കാരോടും ദൈവം അനുവദിക്കുന്ന സമയത്തും വെറുതെ കൊടുക്കാറില്ല. അങ്ങനെ ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഒരു വചനം വായിക്കുക. മേൽത്തരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, 10-ാം വചനം ഒന്ന് വായിക്കും. 10. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു രഹസ്യം നമുക്ക് നോക്കാം. മേൽത്തരം ആദ്യം വിളമ്പുന്നത് ഏത് ടൈപ്പ് ആൾക്കാരാണ്? ചില ആൾക്കാരെ നമുക്കറിയാം, ആൾക്കാരെ വശീകരിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗത്തിലാണെങ്കിലും അവരിങ്ങനെ വളരെ ഇങ്ങനെ ആകർഷകമായ കാര്യം, കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ ഭാഷയിൽ 2 തിമോത്തി 4 ഏശയ്യ 30:10 പറയുന്ന പോലെ കേൾക്കാൻ ഇമ്പമുള്ളത് പറഞ്ഞ അവരിലേക്ക് ആകർഷിക്കും. ഒരിക്കൽ അവരുടെ വലയത്തിൽ പെട്ടാലോ പിന്നെ അവരെ നശിപ്പിച്ച്
അതുപോലെ വിശ്വാസത്തിൽ നിന്നും കൃപയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും എല്ലാം നശിപ്പിച്ച് കയ്യിലങ്ങോട്ട് കൊടുക്കും. ഈ മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്ന ആൾക്കാർ. ഒരു വചനമുണ്ട്, സുഭാഷിതം 23:30. സുഭാഷിതം 23:31. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമ്മന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്, അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ഇത് പ്രസംഗമൊക്കെ മാറി ഇനി സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി മുഖസ്തുതി പറയുന്ന ആൾക്കാരാണ്. ഇത് നമുക്കൊരു ഡിസൈൻമെന്റ് ആണ്. ആരെങ്കിലും നമ്മൾ ആദ്യമായി കണ്ട ഉടനെ തന്നെ നമ്മുടെ വശത്താക്കാൻ വേണ്ടിയിട്ട് മുഖസ്തുതി പറയുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. അഭിനന്ദനം പറയുന്നവരെയല്ല. നമ്മളെങ്ങനെ ഇത് തന്നെ ഇനി നമുക്ക് കൗൺസിലിങ്ങിൽ കാണാൻ സാധിക്കും. വന്ന് ഇരുന്ന സമയത്ത് ആദ്യം തന്നെ അതേ ഈ ഒരു പ്രവാചകനാകാൻ പോവാണ്, നിനക്ക് കുറെ സമ്പത്ത് കിട്ടാൻ പോവാണ്, ഇതിൽ എന്തോരം കൃപകളാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നവൻ ആത്മാവിൽ വളരുന്നതിന് പകരം ആത്മാവിൽ അവൻ അഹങ്കാരിയായി മാറും. പിന്നെ ഒരു കാര്യമുള്ളത്, ചിലൊരു ആത്മാവിൽ അങ്ങോട്ട് വന്ന് അങ്ങനെ വളരെ വിശുദ്ധിയാണ്. പക്ഷേ ഏറ്റവും അവസാനിക്കുന്നത് ജഡത്തിലായിരിക്കും. ഗലാത്യ 3:3. ഗലാത്യ 3:3. ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? ഇങ്ങനത്തെ കുറെ കൗൺസിലേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. അവര് ആദ്യം ദൈവിക കാര്യങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ നമ്പറൊക്കെ എടുത്ത് പിന്നെയുള്ള സംഭാഷണങ്ങളൊന്നും ദൈവികമല്ല. എത്ര ബന്ധങ്ങളാണ് അറിയോ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിക്കുന്നത്. ഇതാണ് ഈ മേൽത്തരം വീഞ്ഞ് പങ്കുവെക്കുന്ന ആൾക്കാർ. ക്രിസ്തു വീഞ്ഞ് പങ്കുവെക്കുന്ന ആളായിരുന്നില്ല. ക്രിസ്തുവിനെ പങ്കുവെക്കുന്നവര് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുമെന്നുമില്ല. എങ്ങനെയാണ് അത്? ഈശോ പങ്കുവെക്കുന്ന ആദ്യം വളരെ കഠിനമായ പാതകളിലൂടെ കറക്റ്റായിട്ട് നമ്മൾ വിശുദ്ധത്തിൽ വളരണമെങ്കിൽ യേശു ആദ്യം തട്ടിപ്പൊത്തിയെന്നല്ല വീടുക, നല്ല ക്ലിഷ്ടമായ മാർഗത്തിലൂടെ നയിച്ചതിന് ശേഷം തന്നെയാണ് ആത്മീയ സത്യങ്ങൾ വെളിപ്പെടുത്തി തരുള്ളൂ. പ്രഭാഷകൻ 4:17-18. പ്രഭാഷകൻ 4:17-18. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവന് ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. യാക്കോബ് 1:12. യാക്കോബ് 1:12. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. 1 കൊരിന്ത്യർ 4:13. 1 കൊരിന്ത്യർ 4:13. 1 കൊരിന്ത്യർ 4:13. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ഛിഷ്ടം പോലെയും ആയി തീർന്നിരിക്കുന്നു. വിലാപം 3:45. വിലാപങ്ങൾ 3:45. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി. ജോബ് 4:14. ജോബ് 4:14. എന്നിൽ ഭീതിയും ഞടുക്കവും ഉളവാക്കി, എന്റെ അസ്ഥികൾ പ്രകമ്പനം കൊണ്ടു. മത്തായി 7:14. മത്തായി 7:14. മത്തായി 7:14. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. യോഹന്നാൻ 16:20. യോഹന്നാൻ 16:20. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. റോമ 8:18. റോമ 8:18.
നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. 2 കൊരിന്ത്യർ 4:17. 2 കൊരിന്തോസ് 4:17. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ഇതാണ് മേൽത്തരം വീഞ്ഞല്ല ആദ്യം നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവസാനം കിട്ടുന്നതാണ് മേൽത്തരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord.